സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവുമെല്ലാം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പല നേതാക്കന്മാരും ക്ഷുഭിതരാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മുടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കാലം വരെ കേരളത്തിലുണ്ടായിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങളിൽ ഭയപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ എന്തെല്ലാം തട്ടിപ്പുകളും ക്രമക്കേടുകളും ചതിക്കുഴികളുമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ ഉണ്ടായിത്തീരുന്ന എല്ലാവിധ അപകടങ്ങളും നമ്മുടെ കേരളത്തിലും ഉണ്ടാകും. നാം ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ആളുകൾ ഭരണത്തിലേറാൻ കാരണമായി തീരും. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തരായിരിക്കുന്ന നേതാക്കന്മാർ പരസ്പരം കടിപിടി കൂടുന്നതിനിടയിൽ, ബഹളമുണ്ടാക്കുന്നതിനിടയിൽ ഇവിടെ ഈ EVM തട്ടിപ്പ് തുടങ്ങി എന്തെല്ലാം ചതിക്കുഴികളാണ് നമ്മുടെ കേരളത്തിൽ ഇത്തവണ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാവുക എന്ന് രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും ഈ ബഹളത്തിനിടയിൽ, ഈ കടിപിടിക്കിടയിൽ ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് എന്നതാണ് ഒന്നാമതായി പറയാനുള്ള കാര്യം. രണ്ടാമതായി പറയുന്നത്, ഇതര സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ചറിഞ്ഞ ഒന്നാണ് സ്ഥാനാർത്ഥികളുടെ കൂറുമാറ്റം. തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ ശേഷം വിജയിച്ച സ്ഥാനാർത്ഥികൾ തക്കം നോക്കി അധികാരം കിട്ടുവാനോ പണച്ചാക്ക് കയ്യിലാക്കുവാനോ മറുകണ്ഠം ചാടി അവര് ചതി പ്രയോഗിക്കാറുണ്ട്. കൂറുമാറ്റം. അത്തരം സ്ഥാനാർത്ഥികൾക്കെതിരിൽ വഞ്ചനാ കുറ്റം ചുമത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം പൊതുജനങ്ങൾ അവരെ വിശ്വസിച്ചുകൊണ്ട് ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ, ഔദ്യോഗിക ചിഹ്നത്തിൽ ആ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച ശേഷം, വിജയപ്രഖ്യാപനം വന്നതിൻ്റെ ശേഷം പണച്ചാക്ക് കണ്ടോ അധികാരക്കൊതി കണ്ടോ മറുകണ്ഠം ചാടുകയും താൻ ഏതൊരു പാർട്ടിയുടെ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ മത്സരിച്ചത്, ആ പൊതുജനങ്ങൾ അയാളെ വിശ്വസിച്ചുകൊണ്ട് അയാളുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തത്, ആ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മറുകണ്ഠം ചാടുമ്പോൾ, തവളമാർക്ക് സ്ഥാനാർത്ഥികളാകുമ്പോൾ അവർക്കെതിരിൽ വഞ്ചനാ കുറ്റം ചുമത്തുകയും അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരൽ അത്യാവശ്യമാകുന്നു. അതുപോലെ ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അവർ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണെങ്കിൽ അവരും ഈ നിയമങ്ങളൊക്കെ പാലിക്കൽ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അങ്ങനെ ഒരു മുന്നണിയുടെ ഭാഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പക്ഷം ആ സ്ഥാനാർത്ഥികളും ഫലത്തിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ ആ നിലയിൽ വിശ്വസിച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഫലപ്രഖ്യാപനത്തിന് ശേഷം മറുകണ്ഠം ചാടി ഇവിടെ പിന്നെ അധികാരത്തിനോ പണത്തിനോ വേണ്ടി കൂറുമാറ്റം നടത്തിയാൽ അവർക്കെതിരിലും വഞ്ചനാ കുറ്റം ചുമത്തി അവരെ അയോഗ്യരാക്കേണ്ടതുണ്ട്.